മലയാളികളുടെ ഉള്ളിൽ ഇന്നും ഒരു തീരാത്ത വിങ്ങലാണ് കലാഭവൻ മണിയുടെ വിടവാങ്ങൽ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഓട്ടോറിക്ഷയുടെ വളയം പിടിച്ചു തുടങ്ങി മലയാള സിനിമയുടെ സിംഹാസനത്തിലേക്കും തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ നെറുകയിലേക്കും നടന്നു കയറിയ ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹം. മണിച്ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇന്നും ആ മണികൂടാരത്തിന്റെ മുറ്റത്ത് ആളൊഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ കണ്ണീരോടെ പ്രണാമമർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ ഇന്നും എത്താറുണ്ട്. മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും ഒരുപാട് ആളുകൾ അന്വേഷിച്ചുവെങ്കിലും മാധ്യമങ്ങളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നുമൊക്കെ അകന്നു കഴിയുകയായിരുന്നു അവർ. ഇപ്പോഴിതാ ആ കുടുംബത്തിൽ നിന്നും പുറത്തുവരുന്നത് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ്. ഈ വാർത്ത കേട്ട് മണിച്ചേട്ടൻ സ്വർഗത്തിലിരുന്ന് ഹൃദയം നിറഞ്ഞ് പുഞ്ചിരിക്കുന്നുണ്ടാകും. ആ അച്ഛന്റെ വലിയൊരാഗ്രഹമാണ് ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. മണിച്ചേട്ടന്റെ സ്വന്തം പാപ്പ ഇനി വെറും ശ്രീലക്ഷ്മിയല്ല, ഡോക്ടർ ശ്രീലക്ഷ്മിയാണ്. പണ്ട് മണിച്ചേട്ടൻ മകളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മോൾക്ക് സിനിമയോടും അഭിനയത്തോടുമെല്ലാം വലിയ താല്പര്യമായിരുന്നു. അച്ഛാ, എനിക്കും സിനിമയിൽ അഭിനയിക്കണമെന്ന് അവൾ പറയുമായിരുന്നു. എന്നാൽ മണിച്ചേട്ടന് മറുപടി ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. താൻ നേരാവണ്ണം സ്കൂളിൽ പോയി പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞ് നന്നായി പഠിക്കണം, നല്ല നിലയിലെത്തണം. അപ്പോൾ ശ്രീലക്ഷ്മി ചോദിക്കുമായിരുന്നത്രേ, നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ സിനിമാ നടിയാക്കുമോ എന്ന്. അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞിരുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിക്കാരിയാക്കി തരാമെന്നായിരുന്നു. വെറുമൊരു ജോലി എന്നതിലുപരി പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമാകുന്ന ഒരു ഡോക്ടറായി തന്റെ മകൾ മാറണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം മണിച്ചേട്ടൻ സുഹൃത്തുക്കളോടും പല ഇന്റർവ്യൂകളിലുമൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 2016 ശ്രീലക്ഷ്മിയുടെ 10ാം ക്ലാസ് പരീക്ഷാ സമയത്താണ് കലാഭവൻ മണിയുടെ വിയോഗം സംഭവിക്കുന്നത്. ഒരു 15-കാരിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ആഘാതമായിരുന്നു അത്. താൻ ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ച തന്റെ അച്ഛന്റെ ചിതയെരിയും മുൻപേ തന്നെ അവൾക്ക് പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് അവൾ അനുഭവിച്ച മാനസിക പ്രയാസം വാക്കുകൾക്കതീതമാണ്. എന്നാൽ അവിടെ തളർന്നിരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. പകരം ആ വേദനയെ തന്റെ പഠനത്തിനുള്ള ഊർജ്ജമാക്കി അവൾ മാറ്റി. അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നിലൂടെ പൂവണിയണമെന്ന് അവൾ ഉറപ്പിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയാണ് അവൾ ആ പോരാട്ടം തുടങ്ങിയത്. പിന്നീട് എൻട്രൻസ് പരിശീലനത്തിനായുള്ള കഠിന പ്രയത്നമായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഈ വിജയത്തിന് പിന്നിൽ മറ്റൊരു വലിയ ത്യാഗത്തിന്റെ കഥ കൂടിയുണ്ട്. അത് അവളുടെ അമ്മ നിമ്മിയുടേതാണ്. മണിച്ചേട്ടന്റെ വിയോഗശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട വീടായ ചാലക്കുടിയിലെ മണികൂടാരത്തിൽ നിന്നും മാറി മകളുടെ പഠന സൗകര്യത്തിനായി അവർ എറണാകുളത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. മകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഒരു തണലായി അമ്മ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. എറണാകുളത്തെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു ശ്രീലക്ഷ്മിയുടെ ബിരുദ പഠനം. അച്ഛന്റെ വേർപാടിന്റെ നോവും പേറി അമ്മയുടെ കരുതലിന് കീഴിൽ അവൾ കഠിനാധ്വാനം ചെയ്തു. ഒടുവിൽ ഇപ്പോൾ ആ കഠിന പ്രയത്നത്തിന് ഫലമുണ്ടായിരിക്കുകയാണ്. മണിച്ചേട്ടന്റെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണനാണ് ഈ സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചത്. ചേട്ടൻ കാണിച്ചു തന്ന പാതയിലൂടെ പതറാതെ സഞ്ചരിച്ചപ്പോൾ തനിക്കും ഡോക്ടറേറ്റ് നേടാനും കലാമണ്ഡലത്തിൽ അധ്യാപകനാകാനും കഴിഞ്ഞുവെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. മണിച്ചേട്ടന്റെ മരണശേഷം ചാലക്കുടിയിലെ മണികൂടാരത്തിൽ നിമ്മിയും മകളും നിമ്മിയുടെ മാതാപിതാക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. പഠനത്തിനായി നിമ്മിയും ശ്രീലക്ഷ്മിയും എറണാകുളത്തേക്ക് മാറിയതോടെ മാതാപിതാക്കൾ നിമ്മിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറി. പലപ്പോഴും അവധിക്ക് മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്കെത്തുന്നത്. ബന്ധുക്കളാരെങ്കിലും എത്തി വീടും പരിസരവും വൃത്തിയാക്കി പോകും. അല്ലാത്തപക്ഷം പൂർണ്ണമായും ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. മണിച്ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് രാവിലെ മുതൽ ആ വീട്ടിലേക്ക് സന്ദർശകരുടെ ബഹളമായിരുന്നു. സഹായം ചോദിച്ചെത്തുന്നവരും ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനുമൊക്കെയായി നൂറുകണക്കിന് പേരായിരുന്നു ഓരോ ദിവസവും ആ മണികൂടാരത്തിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം അതിനൊക്കെ അവസാനമാകുമെന്ന് കരുതിയെങ്കിലും ഇപ്പോഴും അവിടേക്ക് ജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. മരണശേഷവും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അതിനരികെ അല്പനേരം ഇരുന്നാണ് പലരും മടങ്ങിപ്പോവുക. അത്രത്തോളം സ്നേഹമാണ് ആരാധകർക്ക് കലാഭവൻ മണി എന്ന നടനോടുണ്ടായിരുന്നത്. പാവപ്പെട്ടവർക്കായി ഒരു ആശുപത്രി പണി കഴിപ്പിക്കണമെന്നത് മണിച്ചേട്ടന്റെ മറ്റൊരു വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇനി മകളിലൂടെ സഫലമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന, അവർക്ക് താങ്ങും തണലുമാകുന്ന ഒരു നല്ല ഡോക്ടറായി ശ്രീലക്ഷ്മി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.